സംജാമിന്റെ ചരിത്രത്തിലുണ്ട് ഹാജറ, സഫ മർവ കഥയിലും ബീവി ഹാജറ. അമ്പിളിച്ചേലുള്ള അമ്പരുമാനാമുള്ള ഇൻവത്തരുണിയ പൂമുത്തി ഹാജറ. ദൂതറിബ്രാഹിം ഹാജർ പൂവിൻ്റെ അഴകേറും തങ്കപ്പൂ പൂനാരി ഹാജറ. കനിമുനിസ്മൈൽ ലോടത്ത് ഹാജറ. കഹ്ബ ഷരീഫിങ്കൾ ചെല്ലുന്നു ഹാജറ. കൈക്കുഞ്ഞിൻ പൈതഹം തീർക്കുവാൻ ഹാജർ. കരുണായ ദിയോട്
തേടുന്നു ഹാജറ സംസം കണ്ട് അതിശയം പൂണ്ട് ഹാജറ ശരണയായെന്തുണ്ടേ ബീവി ഹാജറ അമ്പിളിച്ചേരുള്ള അമ്പരുമാനാമുള്ള എമ്പത്തരുമയാൾ പൂമുത്ത് ഹാജറ വെള്ളിനിലാപ്പോൾ സുന്ദരനോ പൂവെൺമ നിറഞ്ഞൊരു ചെമ്പകമോ ചെമ്പനി നീരിൻ ചെണ്ടതുപോലെ ചെമ്മലർ യാസീനമ്പിളിയേ ചെമ്മലർ യാസീനമ്പിളിയേ വെള്ളിനിലാപ്പോൾ സുന്ദരനോ പൂവെൺമ നിറഞ്ഞൊരു ചെമ്പകമോ ചെമ്പനി നീരിൻ ചെണ്ടതുപോലെ ചെമ്മലർ യാസീനമ്പിളിയേ ചെമ്മലർ യാസീനമ്പിളിയേ പാൽനില പോലെ ലംഘിടും നൂറേ ആലം വാഴ്ത്തുന്നു നിറദീപം ചാർത്തുന്നു പാൽനില പോലെ ലംഘിടും നൂറേ ആലം വാഴ്ത്തുന്നു നിറദീപം ചാർത്തുന്നു വെള്ളിനിലാപ്പോൾ സുന്ദരനോ പൂവെൺമ നിറഞ്ഞൊരു ചെമ്പകമോ ചെമ്പനി നീരി ചെണ്ടതുപോലെ ചെമ്മലർ യാസീനമ്പിളിയേ ചെമ്മലർ യാസീനമ്പിളിയേ മാമരങ്ങളോദിസലാമന്ത്യദൂതിലേ മാല കോർത്തിടുന്നു വെണ്ണി താരകങ്ങളെ ഹാഷിം ഖുറൈശിയിലെ ചെമ്മലർ നൂറേ ആരിലും പിരിശമേകും തങ്കസിറാജേ മാമരങ്ങളോദിസലാമന്ത്യദൂതിലേ മാല കോർത്തിടുന്നു വെണ്ണി താരകങ്ങളെ ഹാഷിം ഖുറൈശിയിലെ ചെമ്മലർ നൂറേ ആരിലും പിരിശമേകും തങ്കസിറാജേ പാൽനില പോലെ ലംഘിടും നൂറേ ആലം വാഴ്ത്തുന്നു നിറദീപം ചാർത്തുന്നു വെള്ളിനിലാപ്പോൾ സുന്ദരനോ പൂവെൺമ നിറഞ്ഞൊരു ചെമ്പകമോ ചെമ്പനി നീരി ചെണ്ടതുപോലെ ചെമ്മലർ യാസീനമ്പിളിയേ ചെമ്മലർ യാസീനമ്പിളിയേ നാൽപ്പതിൽ തെളിഞ്ഞു വല്ലോ നൂറ് പൊലിവ് നായകന്റെ ഒളി ചൊരിഞ്ഞു പുണ്യദൂതില് നന്മ തിന്മ വേർതിരിവ് കാട്ടി കൗമില് നന്മയുടെ പാത നമ്മിൽ കാട്ടി റസൂല് നാൽപ്പതിൽ തെളിഞ്ഞു വല്ലോ നൂറ് പൊലിവ് നായകന്റെ ഒളി ചൊരിഞ്ഞു പുണ്യദൂതില് നന്മ തിന്മ വേർതിരിവ് കാട്ടി കൗമില് നന്മയുടെ പാത നമ്മിൽ കാട്ടി റസൂല് യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ് യാ ഷഫീഅല്ലാഹ് യാ നജിയല്ലാഹ് വെള്ളിനിലാപ്പോൾ സുന്ദരനോ പൂവെൺമ നിറഞ്ഞൊരു ചെമ്പകമോ ചെമ്പനി നീരി ചെണ്ടതുപോലെ ചെമ്മലർ യാസീനമ്പിളിയേ ചെമ്മലർ യാസീനമ്പിളിയേ വെള്ളിനിലാപ്പോൾ സുന്ദരനോ പൂവെൺമ നിറഞ്ഞൊരു ചെമ്പകമോ ചെമ്പനി നീരി ചെണ്ടതുപോലെ ചെമ്മലർ യാസീനമ്പിളിയേ ചെമ്മലർ യാസീനമ്പിളിയേ പാൽനില പോലെ ലംഘിടും നൂറേ ആലം വാഴ്ത്തുന്നു നിറദീപം ചാർത്തുന്നു പാൽനില പോലെ ലംഘിടും
രണ്ട് കാക്കകൾ. തിന്നുകാക്ക മിന്നുകാക്ക നല്ല ചങ്ങാതിമാരായിരുന്നു. ഒരു ദിവസം അവർ രണ്ടുപേരും എന്തോ തർക്കം, ആരാണ് ഏറ്റവും മിടുക്കി. തിന്നുകാക്ക പറഞ്ഞു നാനാ മിടുക്കി. അപ്പം മിന്നുകാക്ക പറഞ്ഞു നാനാ മിടുക്കി. അങ്ങനെ രണ്ടുപേരും ഒരു പന്തയം വെക്കാൻ നോക്കി. പന്തയം എന്താണെന്ന് അറിയാമോ? കനമുള്ള തഞ്ചി കാലിൽ തൂക്കി പറക്കണം. ആരാണ് ഏറ്റവും ഉയരത്തിൽ പറക്കുന്നവർ അവരാണ് വിജയം. തിന്നുകാക്ക നല്ല ബുദ്ധിമുട്ടുള്ള കാക്ക. തിന്നുകാക്ക സ്വന്തം തഞ്ചിൽ പന്നിക്കട്ട് നിറയ്ക്കും. മിന്നുകാക്കന്റെ തഞ്ചില നല്ല ഭാരം കൂടി ഉപ്പ് നിറയ്ക്കും. അങ്ങനെ രണ്ടുപേരും പറന്നു തുടങ്ങി. തിന്നുകാക്ക മിന്നുകണ്ണേക്കാൾ ഉയരത്തിൽ പറന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ മഴ പെയ്തു. തിന്നുകാക്കന്റെ തണ്ടിലെ പന്നിക്കട്ടൊക്കെ അലിഞ്ഞു കുതിർന്നു. ഇങ്ങനെ തണ്ടിക്ക് ഭാരം കൂടി. മിന്നുകാക്കന്റെ തണ്ടിലെ ഉപ്പല് അലിഞ്ഞു പോയി. അങ്ങനെ മിന്നുകാക്കക്ക് ഉയരത്തിൽ പറക്കാനും കഴിഞ്ഞു. പന്തയത്തിൽ വിജയിച്ചു. ഉയരത്തിൽ പറന്ന് പന്തയത്തിൽ വിജയിച്ചും ചെയ്തു. കൂട്ടുകാരെ, ഇതിൽ നിന്ന് നമ്മൾ എന്താണ് പഠിച്ചത്? മറ്റുള്ളവരെ ചതിച്ചുകൊണ്ട് നമുക്ക് ഒരിക്കലും ജയിക്കാൻ കഴിയില്ല. എപ്പോഴും സത്യം മാത്രമേ വിചാരിക്കൂ. താങ്ക് യു. നമസ്കാരം. മനുഷ്യനെ കൊന്നു തിന്നുന്ന ഭൂതത്തിനെ, അങ്ങനെയുള്ള ഒരു ഭൂതത്തിന്റെയും സ്വന്തം മകനെ കണ്ണനെക്കാളും സ്നേഹിക്കുന്ന ഒരമ്മയുടെ കഥയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. പണ്ട് പണ്ട് പോറക്കെട്ടിന്റെ മുകളിൽ ഒരു ഭൂതം താമസിച്ചിരുന്നു. വായ്പക്കെല്ലാം വടിതെത്തിച്ചു കൊണ്ടുപോയി. പട്ടിക്കാണ് അവന്റെ കഴിവ്. പലരും ഉപദ്രവത്തിൽ രക്ഷപ്പെട്ടു. വായ്പകരവൻ പലതും ആവശ്യപ്പെടും. പെട്ടെന്ന് അപ്രത്യക്ഷമാകുകയും ചെയ്യും. അപ്പോഴാണ് കപ്പിളിപ്പിട്ട വിവരം ആളുകൾ അറിയുന്നത്. അങ്ങനെ ഒരിക്കലും ഒരു ദിവസം ഒരു അമ്മൂരി പുഷ്ടാണ ഭക്ഷണം കഴിച്ച് വരികയായിരുന്നു. അപ്പോൾ അതാ പൂങ്കട്ടിച്ചെട്ടിന്റെ താഴെ ഒരു സുന്ദരയായ സ്ത്രീ നിൽക്കുന്നു. നമ്പൂതിരി സന്തോഷമായി കുഷ്ഠേശ്വരം നിർത്തിക്കൊണ്ട് നമ്പൂതിരി കൊല്ലങ്ങളിലേക്ക് പോയി. അങ്ങനെ പോയ നമ്പിനെ പിന്നെ ആരും കണ്ടില്ല. ആ ഇടയ്ക്കന്ന് കുന്നൻ ചെടിയിലാക്കിയ മകൻ എഴുത്ത് പഠിക്കാൻ പോയത്. നല്ല കുടമ്പുണ്ട കുട്ടിയെ കണ്ടപ്പം ഭൂതത്തിനൊരാശ. ഈ കുട്ടിയെ എനിക്ക് കൊടുത്താലെന്താ? ഭൂതം ഒരു വെങ്കടാന്റെ ബസ്സിൽ വന്ന് കുട്ടിയെ കൊണ്ടുപോയി. സത്യാട്ടോ, കുട്ടിയെ കാണാതെ നമ്പൂരി മല്ലുവിന്റെ വിശ്വസിച്ചിരുന്നു. അപ്പോഴാണ് ആ ജന കണ്ടത്. ഭംഗിയിൽ സംസാരിച്ചു. കണ്ടീന്ന് ചത്ത. അപ്പോൾ ചാത്താൻ പറഞ്ഞു, ഓ തമ്പുരാട്ടി, മലമുകളിൽ കളിക്കുന്നു കണ്ടു. കൂടെ പച്ചപ്പാട്ട് എന്തായിരുന്നു? മലമുകളിൽ ഭീകരമായ ഭൂതമാണ് കൊണ്ടുടനെ കൊണ്ടുപോയത്. അങ്ങനെ മനസ്സിലാക്കി. ഇനി അറിഞ്ഞുകൊണ്ട് ഭൂതത്തിനടുത്തേക്ക് പോയി. അയ്യോ ഭൂതമായി, എന്റെ കുഞ്ഞെ തിരിച്ചു തരൂ. ഏടമ്മ, ഇതമ്മ ഭൂതം എന്ത് ചെയ്തെന്നോ? ഒരടി പോലും പിന്നോട്ട് പോവാൻ ഞങ്ങൾ തയ്യാറായില്ല. അപ്പോഴാണ്
അച്ഛൻ കൊച്ചൻ കൊച്ചൻ എത്തിയും സെറ്റുമസ അത്തിലി ഇത്തിലി പറഞ്ഞിട്ടാളി സെറ്റുമസ അച്ഛനും കൊച്ചൻ കൊച്ചൻ എത്തിയും സെറ്റുമസ കുക്കുരു കുക്കുറുക്കൻ കക്കിരി കക്കും കറുമ്പൻ പണ്ടൊരു കാട്ടിലെത്തി കണ്ടു കൊതിച്ച് നാക്കില് വെള്ളം